സ്റ്റുഡൻസ്, നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കും പെട്ടെന്ന് തീരുന്ന ഒരു കോൺസെപ്റ്റാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഇതിന് അഡീഷണലായിട്ട് ഈ ചാപ്റ്ററിന് പുറമെ ഫേസർ ഡയഗ്രാം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഫേസർ ഡയഗ്രാം ഈ ഒരു സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ആ ഫേസർ ഡയഗ്രത്തിൻ്റെ കോൺസെപ്റ്റ് നിർബന്ധമായിട്ടും കണ്ടിരിക്കണം. സാധാരണ നമുക്ക് ഈ ക്രാഷ് കോഴ്സിൽ ഇതൊന്നും പറയാൻ സമയം കിട്ടാത്തതാണ്. എങ്കിലും അതിൻ്റെ ഒരു എൻറ്റയർ ഒരു 2 hour കൺസെപ്റ്റ് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ പ്രോബ്ലം ചെയ്യാനൊക്കെ നിങ്ങളെ വളരെ ഹെൽപ്ഫുൾ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ഫേസർ ഡയഗ്രാം. സോ നമുക്ക് ബേസിക്കായിട്ട് ചാപ്റ്റേഴ്സിനകത്ത് അത് വരുന്നത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഒരു കോൺസെപ്റ്റ് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ എന്താണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് നമുക്ക് നോക്കാം. അതായത് ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നത് ബാറ്ററിയിൽ നിന്ന് വരുന്ന കറണ്ടാണ്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത് അതൊരു സൈൻ വേവിൻ്റെ രൂപത്തിലോ കോസ് വേവിൻ്റെ രൂപത്തിലോ ഉണ്ടാകുന്ന കറണ്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 0 to മാക്സിമം ആവും, മാക്സിമം ടു 0 ആവും, 0 to മിനിമം ആവും, വീണ്ടും മിനിമം ടു 0 ആവും. സോ അതിനർത്ഥം മാക്സിമം ടു മിനിമം അതിനിടയ്ക്ക് 0യും കറണ്ട് ആവുന്നുണ്ട്. അതായത് കറണ്ട് ഇവിടെ 0 ആവുന്നുണ്ട്, അതുപോലെ തന്നെ മാക്സിമം ആവുന്നുണ്ട്, അതുപോലെ തന്നെ മിനിമം ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ കറണ്ട് ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ടാവും, കറണ്ടിന് നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ടാവും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നൊരു കോൺസെപ്റ്റിൽ കറണ്ട് 0 ആവുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ബൾബ് നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് കിട്ടുന്ന കറണ്ട് ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. അപ്പോൾ ഈ ബൾബിൻ്റെ കോൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്ന രീതി അനുസരിച്ചിട്ട് കറണ്ട് 0 ആവുകയാണ്. അങ്ങനെയാണെങ്കിൽ ബൾബ് അണയേണ്ടതാണ്. പക്ഷേ നമ്മുടെ വീടുകളിൽ നോർമലി നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ അവിടെ പവർ സപ്ലൈ ഉണ്ടെങ്കിൽ ബൾബ് എന്നും കത്തി നിൽക്കുന്നതായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷെ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് 0 ആകുന്നു ഫോർ എ ഇൻസ്റ്റൻറ്റ്. പക്ഷേ എങ്കിലും നമുക്ക് ബൾബ് അണയുന്നതായിട്ട് തോന്നുന്നില്ല. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നത് സൈൻ വേവ് അല്ലെങ്കിൽ കോസ് വേവിൻ്റെ രൂപത്തിലാണ് കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഇതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ്. അതായത് ഒരു സെക്കൻഡിൽ 50 പ്രാവശ്യമാണ് ഇതിൻ്റെ ചേഞ്ച് ചെയ്യുന്നത്. അതായത് ഒരു സെക്കൻഡിൽ 50 പ്രാവശ്യം. ഫ്രീക്വൻസി മീൻസ് എന്താണ്? ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ സെക്കൻഡാണ്. അപ്പോൾ ഒരു സെക്കൻഡിൽ 50ഓളം ഓസിലേഷൻസ് ഉണ്ടാവുന്ന ഒരു തരത്തിലുള്ള ഫ്രീക്വൻസിയാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ഫ്രീക്വൻസി അല്ല US-ലെ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ഫ്രീക്വൻസി. സോ ഞാൻ പറഞ്ഞതുപോലെ ഓരോ രാജ്യത്തും ഓരോ ഫ്രീക്വൻസിയാണ്. സോ 50 ഹെർട്സ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡിൽ 50 പ്രാവശ്യം ഈ പറയുന്ന സൈക്കിൾ റിപ്പീറ്റ് ചെയ്യും. ഒരു സെക്കൻഡിൽ 50 പ്രാവശ്യം ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ 100 പ്രാവശ്യം ഈ ബൾബ്, അതായത് 100 പ്രാവശ്യം എന്ത് സംഭവിക്കുന്നു? ഈ ബൾബ് 0 വാല്യൂലേക്ക് എത്തുന്നു. അതായത് ആദ്യം 0 ആയിരുന്നു, പിന്നെ മാക്സിമം ടു 0, വീണ്ടും ഇതെന്താവുന്നു? മിനിമം ആവുന്നു, വീണ്ടും ഇതെന്താവുന്നു? 0 ആവുന്നു. അതായത് ഒരു സെക്കൻഡിൽ ഈ ബൾബ് 100 പ്രാവശ്യം കത്തി അണയുകയാണ്. 100 പ്രാവശ്യം കത്തി അണയുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡാണ്. നമ്മുടെ കണ്ണിൻ്റെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ 1/16 ഓഫ് എ സെക്കൻഡേ ഉള്ളൂ. അതായത് അതിനർത്ഥം നമ്മുടെ കണ്ണിൽ ഒരു വിഷൻ നിൽക്കുന്നത് 1/16 ഓഫ് എ സെക്കൻഡാണ്. പക്ഷേ ഇവിടെ ഒരു സെക്കൻഡിൽ 100 പ്രാവശ്യം ബൾബ് അണയുക ഓഫ് ആവുക, അണയുക ഓൺ ആവുക, അണയുക ഓൺ ആവുക. 1/16 ഓഫ് എ സെക്കൻഡ് കണ്ണിനുള്ളിൽ ഒരു ഇമേജ് പെർസിസ്റ്റ് ചെയ്യുമെങ്കിൽ 1/100th പ്രാവശ്യം, അതായത് ഒരു സെക്കൻഡിൽ 100 പ്രാവശ്യം ബൾബ് കത്തി അണയുമ്പോൾ ബൾബ് എന്നും തെളിഞ്ഞു നിൽക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനകത്ത് പറയുമ്പോൾ ബൾബ് എന്നും റിമെയിൻസ് ലൈറ്റാണ് ഇഫ് പവർ സപ്ലൈ കട്ടായിട്ടില്ലെങ്കിൽ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഇവിടെ ഗ്രാഫൊക്കെ കാണാം. ഒരു സൈൻ വേവിൻ്റെയോ കോസ് വേവിൻ്റെയോ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ ഓൾട്ടർനേറ്റിംഗ് EMF. ഇന്ത്യയിലെ ഫ്രീക്വൻസി, US-ലെ ഫ്രീക്വൻസി, ഓരോ രാജ്യത്തിലും ഓരോ ഫ്രീക്വൻസിയാണ്. 50 ഹെർട്സ് ആണ് ഇന്ത്യയുടെ ഫ്രീക്വൻസി എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ 100 പ്രാവശ്യമാണ് 0 വാല്യൂ എത്തുന്നത്. അതിനർത്ഥം 1/100th ഓഫ് എ സെക്കൻഡ് എന്നാണ് ഒരു ഇമേജിൻ്റെ പെർസിസ്റ്റൻസ്. 1/16th ഓഫ് എ സെക്കൻഡാണ് കണ്ണിന് കാണാൻ പറ്റുന്നത്.
അതിനർത്ഥം നമ്മുടെ കണ്ണിൽ എപ്പോഴും ഈ ബൾബ് കത്തി നിൽക്കുന്നതായിട്ടൊരു ഇമേജ് നമുക്ക് വെർച്വലി തോന്നും. അതുകൊണ്ട് തന്നെയാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ഏറ്റവും മാജിക്കലായിട്ടൊരു കോൺസെപ്റ്റ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇനി എങ്ങനെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നമ്മളൊരു കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് പറഞ്ഞിരുന്നു. NBA sin omega t ഈസ് ഈക്വൽ ടു E0 sin omega t എന്നൊരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. അതാണ് ഓൾട്ടർനേറ്റിംഗ് EMF. കാര്യം E ഈക്വൽ ടു E0 sin omega t. അതിൽ E0 മാക്സിമം EF ആണ്, അത് കോൺസ്റ്റൻ്റ് ആണ്. പക്ഷെ sin omega t സമയത്തിനനുസരിച്ച് sin omega t ചേഞ്ച് ചെയ്യാണ്. സോ ദാറ്റ് ഇസ് ഓൾട്ടർനേറ്റിംഗ് EMF. ആ ഓൾട്ടർനേറ്റിംഗ് EMFനെ നമ്മൾ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറണ്ട് കിട്ടും. അങ്ങനത്തെ കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. നമുക്കിവിടെ നോക്കാം. Alternating EMF is an EMF which continuously change in magnitude and periodically reverses direction. അതിനെ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കിട്ടും. സോ ഇവിടെ നിങ്ങൾ നോക്ക്, E ഈക്വൽ ടു E0 sin omega t. അതാണ് EMFൻ്റെ ഇക്വേഷൻ. ഇനി അതിനെ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം, E ഈക്വൽ ടു E0 sin omega t. അപ്പോൾ വാട്ട് ഈസ് I? I ഈസ് ഈക്വൽ ടു E ബൈ R. ദാറ്റ് ഈസ് E0 ബൈ R sin omega t. E0 ബൈ ടിനെ I0 എന്ന് വിളിച്ചു. സോ I0 sin omega t. സോ I ഈസ് ഈക്വൽ ടു I0 sin omega t. നമുക്കറിയാം I0 എന്ന് വെച്ചാൽ E0 ബൈ R ആണ്. അതിനർത്ഥം I0 ഈസ് ഗ്രേറ്റർ ദാൻ I0 is less than, greater than അല്ല, I0 is less than E0. അതുകൊണ്ട് തന്നെയാണ് E0യുടെ ഗ്രാഫിൻ്റെ പീക്ക് ഇച്ചിരി കൂടുതലും I0യുടെ പീക്ക് ഇത്തിരി കുറയുകയും ചെയ്യുന്നത്. സോ ഇതാണ് സൈനുസോയിഡൽ ഓൾട്ടർനേറ്റിംഗ് EMF. ഇത് സൈൻ വേവിൽ റെപ്രസെൻ്റ് ചെയ്തു, ഇത് കോസ് വേവിൽ റെപ്രസെൻ്റ് ചെയ്തു. E0 എന്ന് വെച്ചാൽ പീക്ക് EMF ആണ്, I0 എന്ന് വെച്ചാൽ പീക്ക് കറണ്ടാണ് എന്നർത്ഥം. ഒരു AC സോഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പല് ഇങ്ങനെയാണ്. ക്ലിയർ അല്ലേ? സോ നമുക്ക് നെക്സ്റ്റ് കാര്യത്തിലേക്ക് പോകാം. സോ നമ്മൾ ബേസിക്കലി എന്താണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, എന്താണ് ഓൾട്ടർനേറ്റിംഗ്. നെക്സ്റ്റ് നമുക്കിവിടെ പറയാനുള്ളത് ആവറേജ് അല്ലെങ്കിൽ മീൻ വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ മീൻ വാല്യൂ നമുക്ക് ഹാഫ് സൈക്കിളിൽ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, ഫുൾ സൈക്കിൾ ആകുമ്പോൾ ഒരു പോസിറ്റീവും ഉണ്ട്, ഒരു നെഗറ്റീവും ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവും ആകുമ്പോൾ ക്യാൻസൽ ആവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഇതാണ്, ദ ആവറേജ് ഓർ മീൻ വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഓർ EMF ഈസ് 0 ഓവർ ദ സൈക്കിൾ. ഒരു എൻറ്റയർ സൈക്കിൾ നിങ്ങൾ എടുത്താൽ, അത് സൈൻ ആയാലും കോസ് ആയാലും, ഒരു എൻറ്റയർ സൈക്കിളിൽ പോസിറ്റീവ് നെഗറ്റീവ് ക്യാൻസൽ ആവും. സോ വാട്ട് ഈസ് ആവറേജ് ഓർ ദ മീൻ വാല്യൂ? ദ ആവറേജ് ഓർ ദ മീൻ വാല്യൂ വിൽ ബി 0. ഇനി അടുത്ത കാര്യം, ഇത് നിങ്ങൾ ഈ ഫോർമുല മാത്രം പഠിച്ചാൽ മതി. ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് EMFൻ്റെ ആവറേജ് അല്ലെങ്കിൽ മീൻ വാല്യൂവിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് 0.637 E0 ആണ്. സോ E മീൻ, ദ ആവറേജ് ഓഫ് ഓൾട്ടർനേറ്റിംഗ് EMF ഇസ് ഈക്വൽ ടു 0.637 E0. പക്ഷേ അത് ഹാഫ് സൈക്കിളിലെ കാര്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഫുൾ സൈക്കിളിൽ 0. ഒരു ഹാഫ് സൈക്കിൾ എടുക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ആവറേജ് വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് EMF? ദാറ്റ് ഈസ് 0.637 ടൈംസ് ദ പീക്ക് വാല്യൂ ഓഫ് EMF, അല്ലെങ്കിൽ 63% ഓഫ് പീക്ക് വാല്യൂ എന്ന് പറയാം. അതുപോലെ തന്നെയാണ് കറണ്ട്. അതായത് 63% ഓഫ് I0 ആണ് ആവറേജ് വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ക്ലിയർ അല്ലേ? സോ അതിനെ നമുക്ക് 2/π എന്നും എഴുതാം. 2/πൻ്റെ വാല്യൂ ആണ് 0.637 എന്ന് നിങ്ങൾ ഓർക്കണം. സോ വാട്ട് ഈസ് ആവറേജ് വാല്യൂ ഓഫ് EMF ഓവർ ഹാഫ് സൈക്കിൾ? 0.637 ടൈംസ് ഓഫ് ദ പീക്ക് EMF. ഫുൾ സൈക്കിൾ ആണെങ്കിൽ 0 ആണ്. ക്ലിയർ അല്ലേ? ഇനി ആവറേജ് അല്ലെങ്കിൽ മീൻ വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഡെഫിനിഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആവറേജ് ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഓവർ ദ ഹാഫ് സൈക്കിൾ. ഹാഫ് സൈക്കിളിലെ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ആവറേജ് വാല്യൂ
is exactly equal to the steady current which will send the same amount of charge in the circuit in the time of half cycle. അതായത് നിങ്ങളുടെ കയ്യിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ഹാഫ് സൈക്കിളിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഇത്ര ചാർജ് ഫ്ലോ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് വെച്ചാൽ ഫ്ലോ ഓഫ് ചാർജസ് ആണ്. ഏത് കറണ്ട് ആയാലും ഫ്ലോ ഓഫ് ചാർജസ് ആണ്. അതായത് ഒരു ഹാഫ് സൈക്കിളിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കൊടുക്കുന്ന ഫ്ലോ ഓഫ് ചാർജസ്, അതേ ചാർജ് തന്നെ ഒരു ഡയറക്റ്റ് കറണ്ട് അനുവദിക്കുകയാണെങ്കിൽ ആ ഡയറക്റ്റ് കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ആവറേജ് വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അതായത് ദ ആവറേജ് വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു എ ഡയറക്റ്റ് കറണ്ട്. പക്ഷേ ആ ഡയറക്റ്റ് കറണ്ട് ചില കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, ദാറ്റ് ഷുഡ് അലൗ ദ സെയിം ഫ്ലോ ഓഫ് ചാർജസ് that has been allowed by the alternating current over a half cycle. ഒരു ഹാഫ് സൈക്കിൾ എന്ന ഒരു സമയം, ആ സമയത്ത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്തുമാത്രം ചാർജാണോ ഫ്ലോ ചെയ്യിപ്പിക്കുന്നത് അതേ ചാർജ് തന്നെ അതേ സമയത്ത് ഒരു ഡയറക്റ്റ് കറണ്ടിന് ഫ്ലോ ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ ആ ഡയറക്റ്റ് കറണ്ടിൻ്റെ വാല്യൂവും ആവറേജ് വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ടും സെയിം ആണ്. ക്ലിയർ അല്ലേ? സോ ആവറേജ് വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ഡയറക്റ്റ് കറണ്ട്. ഇഫ് ദ ഡയറക്റ്റ് കറണ്ട് ഈസ് കേപ്പബിൾ ഓഫ് അലൗവിങ് ദ സെയിം എമൗണ്ട് ഓഫ് ചാർജ് ഇൻ ദ സെയിം ടൈം ദാറ്റ് ഹാസ് ബീൻ അലൗഡ് ബൈ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫോർ എ ഹാഫ് സൈക്കിൾ. ഇതാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ആവറേജ് വാല്യൂവും ഡയറക്റ്റ് കറണ്ടും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ അല്ലേ? സോ ഓവർ ദ ഹാഫ് സൈക്കിൾ സീറോയാണ്, പക്ഷേ ഓവർ ദ ഫുൾ സൈക്കിൾ സീറോയാണ്. ഓവർ ദ ഹാഫ് സൈക്കിൾ എന്ന് പറയുന്നത് 0.637 ടൈംസ് ദ പീക്ക് EMF. ദാറ്റ് ഈസ് ദ ആവറേജ് വാല്യൂ ഓഫ് EMF. ആവറേജ് വാല്യൂ ഓഫ് കറണ്ട് ഈസ് 0.637 ടൈംസ് പീക്ക് കറണ്ട്. ദാറ്റ് ഈസ് 0.637 ഇൻറ്റു I0. അപ്പോൾ നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത കാര്യം ഇവിടെ പറയാനുള്ളത്, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ്. ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ അവിടെ എടുക്കുന്ന വാല്യൂ ആവറേജ് വാല്യൂ ആയിരിക്കില്ല, പകരം റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആയിരിക്കും. നമുക്കറിയാം ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഫുൾ സൈക്കിളിൽ അത് 0യും ഹാഫ് സൈക്കിളിൽ 0.637 ആണ്. അങ്ങനെ ഓരോ സൈക്കിളിലും ഓരോ വാല്യൂ വരുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു വെർച്വൽ വാല്യൂ ഓഫ് AC കണ്ടുപിടിക്കുന്നു. ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന് ഒരു വെർച്വൽ വാല്യൂ കണ്ടുപിടിക്കുന്നു. അതിൻ്റെ പേരാണ് RMS വാല്യൂ അല്ലെങ്കിൽ എഫക്റ്റീവ് വാല്യൂ. RMS വാല്യൂ അല്ലെങ്കിൽ എഫക്റ്റീവ് വാല്യൂയുടെ ഫോർമുല പഠിച്ചു വയ്ക്കണം. ദാറ്റ് ഈസ് E0/√2 എന്ന് നമുക്ക് കൊടുക്കാം. എന്താണ്? ഇറ്റ് ഈസ് E0/√2 എന്ന് നമുക്ക് കൊടുക്കാം. സോ ഇവിടെ ശ്രദ്ധിക്കുക, what is ERMS? ERMS is E0/√2. What is IRMS? IRMS is ERMS by resistance, or IRMS is equal to I0/√2. I0 is peak current, E0 is peak EMF. അപ്പോൾ ഇതാണ് ബേസിക്കലി വെർച്വൽ വാല്യൂവിൻ്റെ ഫോർമുല. ആവറേജ് വാല്യൂ 0.637 എന്ന് നമ്മൾ പറഞ്ഞു. ഇതെത്രയാണ്? I0/√2 ആണ്. ഇത് നമ്മൾ നോക്കാം. RMS വാല്യൂ ഇസ് ഈക്വൽ ടു 1/√2 ഇൻറ്റു I0 ആണ്. 1/√2 മറക്കരുത്. ഇറ്റ് ഈസ് 0.707 I0. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? ഇനിയിപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫുൾ സൈക്കിളിൽ തന്നെയാണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന എന്തിലാണ്? ഫുൾ സൈക്കിളിലാണ് എന്ന് മറക്കണ്ട. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? ദിസ് ഈസ് കാൽക്കുലേറ്റഡ് ഓവർ ഫുൾ സൈക്കിൾ. Average value is calculated over half cycle, but IRMS or ERMS is calculated over full cycle. So ERMS or IRMS full cycle ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആവറേജ് ഹാഫ് സൈക്കിളിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാര്യം ഫുൾ സൈക്കിളിൻ്റെ ആൻസർ 0 ആണ്. ക്ലിയർ അല്ലേ? ഇനി എന്താണ് RMS വാല്യൂ എന്ന്, RMS കറണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. RMS കറണ്ട് ക്യാൻ ബി or it is equal to the direct current. If direct current produces same heat
same heat as the alternating current produces within the same time. അത് ഒരു സൈക്കിൾ എടുത്താൽ ആ ഒരു ഫുൾ സൈക്കിളിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്തുമാത്രം ഹീറ്റ് റിലീസ് ചെയ്യുമോ അതേ ഹീറ്റ് തന്നെ അതേ സമയത്ത് ഒരു ഡയറക്റ്റ് കറണ്ടിന് റിലീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഡയറക്റ്റ് കറണ്ടിനെ വിളിക്കുന്ന പേരാണ് IRMS. സോ രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്ത് പറയാം. ആവറേജ് വാല്യൂ ഫുൾ സൈക്കിളിൽ എടുക്കാൻ പറ്റില്ല. IRMS അല്ലെങ്കിൽ ERMS ഫുൾ സൈക്കിളിൽ എടുക്കാൻ പറ്റും. ആവറേജ് വാല്യൂ ഓഫ് ഹാഫ് സൈക്കിളിൻ്റെ വാല്യൂ 63.7% പീക്ക് EMF അല്ലെങ്കിൽ പീക്ക് കറണ്ട്. IRMSൻ്റെ അല്ലെങ്കിൽ ERMSൻ്റെ വാല്യൂ E0/√2 അല്ലെങ്കിൽ I0/√2, അതായത് 0.707. ക്ലിയർ അല്ലേ? ഇനി ആവറേജ് വാല്യൂ എന്ന് പറയുമ്പം ചാർജ് ഫ്ലോ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഹാഫ് സൈക്കിളിൽ അലോ ചെയ്യുന്ന ചാർജ് ഫ്ലോ. ഇനി മീൻ സ്ക്വയർ കറണ്ട് അല്ലെങ്കിൽ മീൻ സ്ക്വയർ EMF എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് എമൗണ്ട് ഓഫ് ദ ഹീറ്റ് റിലീസ്ഡ് ആണ്. സോ ഒരു ഗിവൺ സൈക്കിളിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്തുമാത്രം ഹീറ്റ് കളയാൻ പറ്റുമോ അതേ ഹീറ്റ് ഡയറക്റ്റ് കറണ്ടിന് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഡയറക്റ്റ് കറണ്ടിനെ നമുക്ക് RMS വാല്യൂ എന്ന് വിളിക്കാം. ആ ഡയറക്റ്റ് കറണ്ടിനെ നമുക്ക് എന്ത് വിളിക്കാം? IRMS എന്ന് വിളിക്കാം. ഇനി ഒരു ഹാഫ് സൈക്കിളിൽ എന്തുമാത്രം ചാർജാണോ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് തരുന്നത് അതേ ചാർജ് തന്നെ ഒരു ഡയറക്റ്റ് കറണ്ടിന് ആ ഒരു സമയത്ത് തരാൻ പറ്റുമെങ്കിൽ ആ ഡയറക്റ്റ് കറണ്ടിനെ നമ്മൾ ആവറേജ് വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ ആവറേജ് വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് EMF എന്ന് വിളിക്കും. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? ഇനി ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ക്വസ്റ്റ്യനിൽ ഉദ്ദേശിച്ചിരിക്കുന്ന EMF ERMS ആണ്, അല്ലെങ്കിൽ കറണ്ട് IRMS ആണ്. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ മാത്രം. ഓക്കെ അല്ലേ? നമ്മൾ ആ ഒരു കൺസെപ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. സോ ERMS IRMSൻ്റെ കൺസെപ്റ്റ് ഇവിടെ കംപ്ലീറ്റഡ് ആയി. നെക്സ്റ്റ് കാര്യം നമുക്കിവിടെ നോക്കാം. നെക്സ്റ്റ് കാര്യം ഇവിടെ ശ്രദ്ധിച്ചോളുക. നെക്സ്റ്റ് കാര്യം നമ്മളിവിടെ പറയുന്നത് AC സർക്യൂട്ട് വിത്ത് പ്യുവർ റെസിസ്റ്റർ ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അതായത് AC സർക്യൂട്ടാണ്, ആ സർക്യൂട്ടിലൊരു പ്യുവർ റെസിസ്റ്റൻസ് ഉണ്ട്. നിങ്ങളോട് മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം ഇവിടെ ശ്രദ്ധിച്ചോളുക. ഈ ഫേസർ ഡയഗ്രാം നിങ്ങൾ നോക്കേണ്ട, ഇത് ക്ലിയർ ആയിട്ട് ഞാൻ അടുത്ത സെഷനിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ നോക്കുക, ഇതൊരു ഓൾട്ടർനേറ്റിംഗ് EMFൻ്റെ സോഴ്സാണ്. ശ്രദ്ധിച്ചോളുക, ഈ ഡയഗ്രാം ശ്രദ്ധിക്കുക. ഇത് ഒരു സോഴ്സാണ്, ബാറ്ററി പോലത്തെ ഓൾട്ടർനേറ്റിംഗ് സോഴ്സാണ്. ആ EMFൻ്റെ ഫോർമുല E=E0 sin ωt. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൽ കൂടെ ഒരു കറണ്ട് ട്രാവൽ ചെയ്യും, ആ റെസിസ്റ്റൻസ് കൂടെ ട്രാവൽ ചെയ്യും. അപ്പോൾ ആ കറണ്ടിൻ്റെ വാല്യൂ എന്താണ്? I=E/R ആണ്. I= എന്താണ്? E/R ആണ്. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? E/R. ആരാണ് E0 sin ωt. സോ നമുക്ക് E0/R sin ωt എന്ന് കിട്ടി. അല്ലെങ്കിൽ I=E0/R നെ I0 എന്ന് വിളിച്ചു. I=I0 sin ωt എന്ന് കിട്ടി. ഇത് നിങ്ങൾ നോക്കിയേ, E=E0 sin ωt ആണ്, I=I0 sin ωt ആണ്. എന്ന് വെച്ചാൽ അതിന് അർത്ഥം എന്താ? രണ്ടും ഒരു ഫേസിലാണ്. കാര്യം രണ്ടും sin തീറ്റയാണ്. പക്ഷേ E0യുടെ വാല്യൂ അല്പം കൂടുതലാണ്. അതുകൊണ്ടാണ് E0യുടെ വാല്യൂ അല്പം കൂടുതലും E0 പോലെ തന്നെ വേരി ചെയ്യുകയാണ്, പോലെ വേരി ചെയ്യുകയാണ് കറണ്ട്. സോ ഒരു ഓൾട്ടർനേറ്റിംഗ് EMF നിങ്ങളുടെ റെസിസ്റ്ററിൽ കണക്ട് ചെയ്താൽ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കിട്ടും. പക്ഷെ ആ ഓൾട്ടർനേറ്റിംഗ് കറണ്ടും ആ ഓൾട്ടർനേറ്റിംഗ് EMFും എന്ന് പറയുന്നത് ഒരു ഫേസിൽ തന്നെയായിരിക്കും. അതിൻ്റെ പ്രൂഫാണ് E=sin ωt ആൻഡ് I=I0 sin ωt. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയി. നമുക്കിനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് AC സർക്യൂട്ട് വിത്ത് പ്യുവർ കപ്പാസിറ്റൻസ് നമുക്ക് പറയാം. AC സർക്യൂട്ട് വിത്ത് പ്യുവർ
കപ്പാസിറ്റൻസ് നമുക്ക് പറയാം. ഇവിടെ നോക്കാം. സോ എ സി സർക്യൂട്ട് വിത്ത് പ്യുവർ കപ്പാസിറ്റൻസ് ഇവിടെ ശ്രദ്ധിക്കുക. ഇതാ നമുക്കിവിടെ നോക്കേണ്ട കാര്യം, ഫേസർ വിട്ടേക്കുക. ഫസ്റ്റ് ഇ ഈക്വൽ ടു എന്താണ്? E0 സൈൻ ഒമേഗ ടി. കപ്പാസിറ്റൻസ് ആണ്, EMF ആയിട്ട് കണക്ട് ചെയ്തു. ഇ ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി. ഇന്ന് നോക്കിയേ, ഈ കപ്പാസിറ്റൻസ് എന്തായാലും ചാർജ് ആവും. കാര്യം ഇത് ഒരു കറണ്ടായിട്ട് ഒരു ഓൾട്ടർനേറ്റിംഗ് EMF ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഈ കപ്പാസിറ്ററിൽ ഏത് സമയത്തെയും ദ ചാർജ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് എന്താണ്? കപ്പാസിറ്ററിൻ്റെ ഫോർമുല Q ഈക്വൽ ടു C ആണ്. സോ നമ്മൾ Q ഈക്വൽ ടു CE കൊടുത്തു, അല്ലെങ്കിൽ ഇക്ക് പകരം E0 സൈൻ ഒമേഗ ടി എന്ന് കൊടുത്തു. സോ Q ഈസ് ഈക്വൽ ടു CE എന്ന് കൊടുത്തു. Q ഈസ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി എന്ന് കൊടുത്തു. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? ഇനി അതിനെയൊക്കെ നമ്മൾ ക്യൂവിന് പകരം നമുക്ക് ഈ ക്യൂവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ I കിട്ടും. സോ I ഈസ് ഈക്വൽ ടു dQ/dt എന്നൊക്കെ എഴുതാം. എന്നിട്ട് ഡിറൈവ് ഒക്കെ ചെയ്ത് അവസാനം നമുക്ക് ഐക്ക് ഒരു വാല്യൂ കിട്ടും. ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി പ്ലസ് π/2. അതായത് EMFൻ്റെ ഇക്വേഷൻ E ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി ആണ്. കപ്പാസിറ്റർ ആണ് നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇക്വേഷൻ I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി പ്ലസ് π/2 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, EMFൻ്റെ ഇക്വേഷൻ E0 സൈൻ ഒമേഗ ടി ആണ്. പക്ഷെ കറണ്ടിൻ്റെ ഇക്വേഷൻ സൈൻ ഒമേഗ ടി പ്ലസ് π/2 ആണ്. അതായത് കറണ്ട് EMFനേക്കാൾ ഒരു π/2 ലീഡ് ചെയ്താണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, π/2 ലീഡ് ചെയ്താണ് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിയേ, EMF ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, പക്ഷെ കറണ്ട് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ EMF ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, കറണ്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? സോ റെസിസ്റ്ററിൻ്റെ കേസിൽ കറണ്ടും EMFും ഒരു ഫേസിൽ, പക്ഷെ കപ്പാസിറ്ററാണ് നിങ്ങളൊരു AC സോഴ്സായിട്ട് കണക്ട് ചെയ്യുന്നതെങ്കിൽ EMF എന്താണോ അതിനേക്കാൾ 90 ഡിഗ്രി ലീഡ് ചെയ്തിട്ടായിരിക്കും കറണ്ട് മൂവ് ചെയ്യുന്നത്. അതിനേക്കാൾ 90 ഡിഗ്രി ലീഡ് ചെയ്തിട്ടായിരിക്കും കറണ്ട് മൂവ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? ഇനി ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടി ഇവിടെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി പ്ലസ് π/2. I ഈക്വൽ ടു I0യുടെ ഫോർമുല ഇവിടെ E0/XC എന്ന് കൊടുക്കാം. സാധാരണഗതിയിൽ പ്യുവർ റെസിസ്റ്റർ ആണെങ്കിൽ I0 ഈക്വൽ ടു E0/R. R ഈസ് പ്യുവർ റെസിസ്റ്റൻസ്. ഇവിടെ റെസിസ്റ്റൻസ് അല്ല, കപ്പാസിറ്ററാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ I0 ഈക്വൽ ടു E0/XC എന്ന് കൊടുക്കുക. XCയുടെ പേര് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്നാണ്. കപ്പാസിറ്റേറ്റീവ് റിയാക്റ്റൻസ് എന്നാണ്. എക്സിയുടെ ഫോർമുല നിങ്ങൾ പഠിച്ചു വയ്ക്കണം. എക്സിയുടെ ഫോർമുല എന്താണ്? 1/ωc ആണ്. അപ്പോൾ റെസിസ്റ്റർ കണക്ട് ചെയ്താൽ റെസിസ്റ്ററും കറണ്ടും ഒരു ഫേസിൽ, I0 ഈക്വൽ ടു E0/R. കപ്പാസിറ്ററാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ കപ്പാസിറ്റർ എപ്പോഴും ലീഡ് ചെയ്യും. ദ കറണ്ട് ഇൻ ദ കപ്പാസിറ്റർ ലീഡ് ബൈ ദ EMF. കാര്യം E ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി എന്ന് എഴുതിയ നമ്മളിപ്പോൾ കറണ്ടിൻ്റെ വാല്യൂ എഴുതുന്ന I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി പ്ലസ് π/2 ആണ്. അത് ഡെറിവേഷനിലൂടെയാണ് ചെയ്യുന്നത്. സോ കറണ്ട് എന്ത് ചെയ്യും? ലീഡ് EMF/90 ഡിഗ്രിയാണ്. ഇനി I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി പ്ലസ് π/2 എന്നാണ് ഇക്വേഷൻ. I0യെ നമുക്ക് E0/XC എന്ന് എഴുതാം. XCയുടെ പേര് കപ്പാസിറ്റൻസ് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ്. സാധാരണഗതിയിൽ റെസിസ്റ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ R എന്ന് എഴുതുന്നത്. ഇവിടെ റെസിസ്റ്റർ ഇല്ല, പകരം ആര് മാത്രമേ ഉള്ളൂ? കപ്പാസിറ്ററേ ഉള്ളൂ. സോ കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് XC എന്ന് വിളിക്കുന്നത്. അതിൻ്റെ പേര് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ്. ആ ഫോർമുല നിങ്ങൾ മറക്കരുത്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് XC? 1/ωc. XCയുടെ വാല്യൂ എന്താണ്? 1/ωc. അപ്പോൾ നമ്മൾ കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്ന കാര്യം കൂടെ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇൻഡക്ടർ കണക്ട് ചെയ്യുന്ന കാര്യമാണ്.
സോ റെസിസ്റ്റർ കണക്ട് ചെയ്തു, കപ്പാസിറ്റർ കണക്ട് ചെയ്തു, ഇനി ഇൻഡക്ടർ കണക്ട് ചെയ്യുന്ന കാര്യം കൂടെയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളുക, ഇൻഡക്ടർ കണക്ട് ചെയ്യുന്ന കണ്ടീഷൻ കൂടെ ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ E=E0 sin ഒമേഗ ടി ആണ്. I പഠിച്ചു വയ്ക്കുക, I0 sin ഒമേഗ ടി -π/2 ആണ്. അതായത് EMF E=E0 sin ഒമേഗ ടി ആകുമ്പോൾ കറണ്ട് I=I0 sin ഒമേഗ ടി -π/2 ആണ്. അതായത് കറണ്ട് EMFനേക്കാൾ ലാഗ് ചെയ്യും. അതുകൊണ്ടാണ് ഇത് 0-ൽ നിന്ന് തുടങ്ങിയപ്പോൾ ഇത് അതിനേക്കാൾ താഴെ നിന്ന് 90 ഡിഗ്രി ലാഗ് ചെയ്ത് തുടങ്ങിയത്. സോ പ്യുവർ റെസിസ്റ്ററിലാണെങ്കിൽ നോ ഫേസ് ചേഞ്ച്. കപ്പാസിറ്റൻസ് ആണെങ്കിൽ കറണ്ട് ലീഡ് ബൈ 90. ഇൻഡക്റ്റൻസ് ആണെങ്കിൽ കറണ്ട് ലാഗ് ബൈ 90. ക്ലിയർ അല്ലേ? കറണ്ട് ലാഗ് ബൈ 90. സോ I=I0 sin ഒമേഗ ടി -π/2. സോ I=I0 sin omega t -π/2. And what is I0? I0 is equal to E0 by XL എന്ന് വിളിക്കാം. എന്താണ് XL? What is XL? XL is ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. മറക്കരുത്, XL എന്താണ്? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ്. ക്ലിയർ അല്ലേ? XL എന്താണ്? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. The formula of XL is omega L. What is the formula of XC? It is 1/omega C. So XC is capacitive reactance, that is a resistance offered by capacitor. XL is the resistance offered by inductor, that is inductive reactance. And what is the formula? Omega L. So pure resistance, no phase change. Capacitance, current lead by 90. Inductance, current lag by 90. Clear alle? In case of capacitance reactance, endana XC യുടെ വാല്യൂ capacitive reactance formula 1/omega C. In case of inductor, when it is connected to an AC source, what happens? The resistance offered by the inductor is known as inductive reactance and the formula is omega L. Clear alle? മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള LC ഓസിലേഷൻസിനെ പറ്റിയാണ്. LC ഓസിലേഷൻസിൻ്റെ ഫോർമുല നിങ്ങൾ എന്തായാലും പഠിക്കണം. LC ഓസിലേഷൻ എന്ന് വെച്ചാൽ കപ്പാസിറ്ററും ഒരു ഇൻഡക്ടറും കൂടെ തമ്മിൽ ഒരു സെല്ല് ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ, ഒരു കപ്പാസിറ്ററും ഒരു ഇൻഡക്ടറും ഒരു സെല്ല് ഉപയോഗിച്ച് ഒരു കീ ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ കപ്പാസിറ്ററിൽ എനർജി സ്റ്റോർ ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ രൂപത്തിലും ഇൻഡക്ടറിൽ എനർജി സ്റ്റോർ ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ രൂപത്തിലുമാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സെല്ലിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്ന സംഗതി കപ്പാസിറ്ററിലും ഷെയർ ചെയ്തു വരും, അതേപോലെ ഇൻഡക്ടറിലും ഷെയർ ചെയ്യും. ചില സമയത്ത് കപ്പാസിറ്ററിൽ ചാർജ് കുറവായിരിക്കും, അപ്പോൾ കുറച്ച് എനർജിയെ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ആയിട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ കൂടുതൽ പോർഷൻ ഓഫ് എനർജി എന്തിൻ്റെ രൂപത്തിലായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡ് എനർജിയുടെ രൂപത്തിലായിരിക്കും. അപ്പോഴായിരിക്കും ഇൻഡക്ടറിനകത്ത് മാക്സിമം കറണ്ട് ട്രാവൽ ചെയ്യുന്നത്. സോ ഇൻഡക്ടറിലും കപ്പാസിറ്ററിലും കൂടെ എനർജി ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് LC ഓസിലേഷൻസ്. ആ ഓസിലേഷനിൻ്റെ ഫ്രീക്വൻസിയുടെ ഫോർമുലയാണ് 1/2π√LC. ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. 1/2π√LC. അതിനെ 1/√LC എന്ന് പറഞ്ഞാൽ ഒമേഗയാണ്. സോ what is angular frequency of the energy oscillating between capacitor and inductor? Omega, that is 1/√LC. This is a concept of LC oscillations. Okay അല്ലേ? ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ലാസ്റ്റ് സെക്ഷനിലേക്കാണ് നമ്മൾ വരുന്നത്. അതായത് ട്രാൻസ്ഫോമർ എന്ന കോൺസെപ്റ്റിലേക്കാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം എന്താണ് ട്രാൻസ്ഫോമർ എന്നിവിടെ ശ്രദ്ധിക്കുക. വളരെ ചെറിയൊരു സംഭവമാണ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ട്രാൻസ്ഫോമർ. ഇറ്റ് കൺവേർട്സ് ലോവർ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അറ്റ് ഹയർ കറണ്ട് ഇൻറ്റു ഹയർ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അറ്റ് ലോവർ കറണ്ട്. അതായത് സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ, വോൾട്ടേജ് കൂട്ടാനും ഉപയോഗിക്കും, വോൾട്ടേജ് കുറയ്ക്കാനും ഉപയോഗിക്കും. ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഇതിനെ പ്രൈമറി കോയിൽ എന്ന് വിളിക്കും. നമ്മൾ 10ാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന ഒരു സംഗതിയാണിത്. ഇത് പ്രൈമറി കോയിൽ, ഇത്
സെക്കൻഡറി കോയിൽ. പ്രൈമറി കോയിലാണ് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. സെക്കൻഡറി കോയിൽ നമ്മൾ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പേര് ലോഡെന്നാണ്. ഇതിൽ ഉണ്ടാവുന്ന കറണ്ടിൻ്റെ വ്യത്യാസം കാരണം ഈ കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട്, അതാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, അതിലാണ് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ പഠിക്കണം. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ അല്ലെങ്കിൽ ടേൺസ് റേഷ്യോ, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഓർ ടേൺസ് റേഷ്യോ, കെ എന്നതിനെ കൊടുത്തു. ഫോർമുല പഠിക്കണം. ES/EP ദാറ്റ് ഈസ് ഈക്വൽ ടു NS/NP. ദാറ്റ് ഈസ് EMF ഇൻ ദ സെക്കൻഡറി കോയിൽ divided by EMF in the primary coil. ES/EP equal to NS/NP. Number of turns in secondary coil by number of turns in primary coil. So ES/EP equal to NS/NP. Clear അല്ലേ? ഇനി ട്രാൻസ്ഫോമർ ഐഡിയൽ ആണെങ്കിൽ അതിൽ ഔട്ട്പുട്ട് പവറും ഇൻപുട്ട് പവറും ഈക്വൽ ആയിരിക്കും. ഔട്ട്പുട്ട് പവർ എന്ന് വെച്ചാൽ പവറിൻ്റെ ഫോർമുല VI ആണ്. സോ ഇവിടെ ഔട്ട്പുട്ട് പവർ ഈസ് ESIS ബിക്കോസ് ഇത് S ആണ്, സെക്കൻഡറി ആണ്. So ESIS equal to EP/IP. ES/EP equal to IP/IS. So ES/EP equal to IP/IS. What is ES/EP? NS/NP. So ഈ ഇക്വേഷൻ ആണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ES/EP is equal to IP/IS is equal to NS/NP എന്ന് പഠിച്ചു വയ്ക്കുക. So ES/EP is equal to IP/IS equal to NS/NP. ഓക്കെ അല്ലേ? ES/EP equal to NS/NP. ബാക്കിയുള്ളത് കറണ്ടാണ്, IP/IS. ഓക്കെ. ഇനി എഫിഷ്യൻസി, ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി എപ്പോഴും 100% ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് എഫിഷ്യൻസിയുടെ ഫോർമുല? ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ. എന്താണ് ഔട്ട്പുട്ട് പവർ? ESIS. ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ? ഇതാണ് നമ്മൾ ബേസിക്കലി ട്രാൻസ്ഫോമറിൻ്റെ തിയറിയും പ്രോബ്ലം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോർമുലയും. നെക്സ്റ്റ് കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. നെക്സ്റ്റ് ഇത് വരുമ്പോൾ നെക്സ്റ്റ് കാര്യം ഇവിടെ ശ്രദ്ധിച്ചോളുക. നെക്സ്റ്റ് നമ്മൾ രണ്ട് തരത്തിലുള്ള ട്രാൻസ്ഫോമേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിലൊന്നാമത്താണ് സ്റ്റെപ്പ് അപ്പ് ആൻഡ് രണ്ടാമത്തത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. സോ ഇവിടെ നോക്കുക, സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗൺ. സ്റ്റെപ്പ് അപ്പ് ആകുമ്പോൾ വോൾട്ടേജ് കൂട്ടണം. വോൾട്ടേജ് കൂട്ടണം എന്ന് പറയുമ്പോൾ പ്രൈമറി കോയിലിനേക്കാൾ കൂടുതൽ വോൾട്ടേജ് ആയിരിക്കണം സെക്കൻഡറി കോയിൽ. സോ ES ഷുഡ് ബി ഗ്രേറ്റർ ദാൻ EP. ES EP-യേക്കാൾ കൂടണമെങ്കിൽ NS ഷുഡ് ബി ഗ്രേറ്റർ ദാൻ NP. എന്ന് വെച്ചാൽ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ K ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ സ്വാഭാവികമായിട്ടും IS വിൽ ബി ലെസ് ദാൻ IP. അതിന് റെസിപ്രോക്കലാണ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഈസ് ES ഗ്രേറ്റർ ദാൻ EP. അപ്പോൾ NS ഗ്രേറ്റർ ദാൻ NP. അപ്പോൾ IS ലെസ് ദാൻ IP. ക്ലിയർ അല്ലേ? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണെങ്കിൽ ഇവിടെ നോക്കുക, ES ലെസ് ദാൻ EP. സെക്കൻഡറി കോയിലിലെ EMF കുറയണം. ES ലെസ് ദാൻ EP. അപ്പോൾ NS ലെസ് ദാൻ NP. അപ്പോൾ കെയുടെ വാല്യൂ ലെസ് ദാൻ 1 ആണ്. അപ്പോൾ IS ഗ്രേറ്റർ ദാൻ IP ആയിരിക്കും. സോ ES/EP ഈക്വൽ ടു NS/NP ഈക്വൽ ടു IP/IS. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ ചാപ്റ്ററിൽ ട്രാൻസ്ഫോമറിൻ്റെ കൺസെപ്റ്റ്. സിമ്പിൾ പ്രോബ്ലംസാണ് നമുക്ക് നീറ്റിന് ചോദിക്കുകയുള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ കീമിനൊന്നും ഈ ഏരിയ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഫോർമുല വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്താണെന്ന് പഠിക്കുക, അതിൻ്റെ ആവറേജ് എന്താണെന്ന് മനസ്സിലാക്കുക, അതിൻ്റെ RMS എന്താണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേസർ ഡയഗ്രാമാണ്. അത് ഈ സെഷൻ കഴിഞ്ഞിട്ടൊരു 2 hour ഫേസർ ഡയഗ്രത്തിൻ്റെ എക്സ്ട്രാ കൺസെപ്റ്റ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിർബന്ധമായിട്ടും അത് കാണണം, എന്നാൽ മാത്രമേ പ്രോബ്ലം നമുക്ക് വളരെ സ്പീഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ തിയറി പാർട്ടിൽ വരുന്നത്. താങ്ക് യു.